Hi, good morning. I partners are leaders. ഞാൻ റഷീദ് അലി മാസ്റ്റർ മഞ്ചേരി. ഞാനിപ്പോഴേ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ അപ്പെക്സ് ടോക്കണിൽ ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു പരിമിതിയും ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ എക്സ്ചേഞ്ച് വന്ന് അതിൻ്റെ വർക്ക് വളരെ സ്പീഡപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അപ്പെക്സിൻ്റെ വാലറ്റിലുള്ള എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ ഇപ്പോൾ നമുക്ക് ചെറിയൊരു തടസ്സമുണ്ട്. അതിന് ഒരു സൊല്യൂഷനുമായിട്ടാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വന്നിരിക്കുന്നത്. പല ആളുകളും എന്നെ വിളിക്കുന്നുണ്ട്, പല ആളുകളും എനിക്ക് വോയിസ് ഇടുന്നുണ്ട്. എൻ്റെ ടീമിൽ നിന്ന് മാത്രമല്ല, അപ്പെക്സ് എന്ന ഫാമിലിയിൽ നിന്ന് ആണ് എനിക്ക് പല ആളുകളും വിളിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് വോയിസ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഒരു പ്രോബ്ലംസിന് ഒരു സൊല്യൂഷനുമായിട്ടാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അത് സൊല്യൂഷൻ ഞാൻ പറയുന്നത്, പല ആളുകൾക്കും ബാങ്കിൽ അടവുണ്ട്, അതല്ലെങ്കിൽ വണ്ടിൻ്റെ അടവ് അടക്കാനുണ്ട്, അതുപോലെ ചില ആളുകൾക്ക് നോമ്പാണ്, അപ്പോൾ പൈസയ്ക്ക് ആവശ്യമുണ്ട്. ഇങ്ങനെ പല പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ട് ആളുകൾ എൻ്റെ അടുക്ക് വരുന്നുണ്ട്. അപ്പം അതിന് ഞാൻ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ, എൻ്റെ ടീമിൽ ഞാൻ ചെയ്യുന്ന സൊല്യൂഷൻ നിങ്ങൾക്കും ചെയ്യാം എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതിനുള്ളൊരു പരിഹാരം, നമുക്ക് നമ്മുടെ വാലറ്റിൽ ഉള്ള ക്യാഷ്, നമ്മുടെ അപ്പെക്സ് ടോക്കൻ്റെ വാലറ്റിൽ, മെയിൻ വാലറ്റിൽ കറണ്ട് ബാലൻസ് എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ടാവും. അപ്പെക്സിൻ്റെ നമ്മുടെ മെയിൻ വാലറ്റിലുള്ള ക്യാഷ്, ആ USDT നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലീഡർക്ക് കൊടുക്കാം, അതല്ലെങ്കിൽ ആവശ്യമുള്ള ആളുകൾക്ക് കൊടുക്കാം. എന്നിട്ട് അവരിൽ നിന്നും ക്യാഷ് നമുക്ക് സ്വീകരിക്കാം. ഒന്നുകിൽ ബൈ ഹാൻഡായി സ്വീകരിക്കാം, അതല്ലെങ്കിൽ നമ്മൾക്ക് ഗൂഗിൾ പേ ചെയ്യാനോ അതല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്കോ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞാൽ മതി. ആദ്യം നമ്മളെന്ത് ചെയ്യണം, നമ്മളെ ലീഡറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മളെ വാലറ്റിലെ ആ USDT ആ ലീഡറിൻ്റെ ID അയച്ചു കൊടുക്കുക. അപ്പോൾ ആ ലീഡറിന് ഈ പുതിയ എൻട്രികൾ വരുന്നുണ്ടെങ്കിൽ ആ എൻട്രികൾ ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലീഡറിന് എന്ത് ചെയ്യുക, ഈ USDT ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ കൂടെ പുതിയ എൻട്രിയുമായി വരുന്ന ആളുകൾ എന്താണെങ്കിലും നമ്മുടെ കമ്പനിയിലേക്ക് ക്യാഷ് ഇടണം, അതല്ലെങ്കിൽ നമ്മളെ ക്യാഷ് ഏൽപ്പിക്കണം. അപ്പോൾ തൽക്കാലം കമ്പനിയിലേക്ക് ക്യാഷ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാതെ പുതിയ എൻട്രി വരുന്നത് നമ്മൾ പാർട്ടിയിൽ നിന്നും ക്യാഷ് ബൈ ഹാൻഡായി സ്വീകരിച്ച് നമ്മുടെ കൂടെ ഉള്ളവരിൽ പ്രശ്നമുള്ളവർക്ക് ഒരു പരിഹാരം കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ പുതിയ പാർട്ടിനോട് ക്യാഷ് സ്വീകരിച്ച് നമ്മളെ കൂടെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഒരു സൊല്യൂഷൻ നമ്മൾ കൊടുക്കുക. അപ്പോൾ പുതിയ എൻട്രിൻ്റെ ക്യാഷ് നമ്മൾ ബൈ ഹാൻഡായിട്ട് വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പഴയ ആളുകൾക്ക്, പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക. അതിന് വേണ്ടി അവരിൽ നിന്നുള്ള USDT നമ്മളെ ID വാങ്ങും ചെയ്യുക. അപ്പോൾ ഇൻറ്റേർണൽ ട്രാൻസ്ഫർ ഇവിടെ ഫ്രീ ആണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ID ക്യാഷ് USDT എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഒരാൾക്ക് അയച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൽ നിന്നും ക്യാഷ് കൈപ്പറ്റാം. അപ്പോൾ ഇൻറ്റേർണൽ ട്രാൻസ്ഫർ ഇവിടെ ഫ്രീ ആണ്. നമുക്ക് ആർക്കും നമ്മളെ കറണ്ട് ബാലൻസിലുള്ള അപ്പെക്സ് വാലറ്റിലുള്ള ക്യാഷ് ഏതൊരാൾക്കും അയച്ചു കൊടുക്കാൻ നമുക്കിവിടെ ഒരു ഫീസും കമ്പനി ഈടാക്കുന്നില്ല, അല്ലേ? അപ്പോൾ നമ്മളെ മെയിൻ വാലറ്റിലുള്ള ക്യാഷ് നമുക്ക് നമ്മളെ ലീഡർക്കോ അല്ലെങ്കിൽ USDT ആവശ്യമുള്ളവർക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് അവരിൽ നിന്ന് ക്യാഷ് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക.
അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മളെ ഇൻ്റർനെറ്റ് ട്രാൻസ്ഫറിൽ ഉള്ള ക്യാഷ് ഒരു ഐ ഡിയിലേക്ക് മാറ്റുക എന്ന് ഞാൻ കാണിച്ചു തരിക. അപ്പം അതിന് വേണ്ടി ഞാൻ എൻ്റെ ഒരു ഐ ഡി ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഒരു ഐ ഡി ഇവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്.